ലോക സമ്പദ്ഘടന വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇറാൻ ഇസ്രായേൽ US യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ. ഇപ്പം ബ്ലാക്ക് റോക്ക് പോലുള്ള വലിയ അസറ്റ് മാനേജിങ് കമ്പനീസ് ഒക്കെ വലിയ ഒരു എന്താ പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ നിരവധിയായിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ ബ്ലാക്ക് റോക്കിനൊക്കെ ഇന്ത്യയിലെ ബാങ്കിലടക്കം വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഇന്ത്യയെ നേരിട്ടിട്ട് ബാധിക്കുക? ശരിക്കും ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം അതിൻ്റെ പ്രത്യക്ഷവും അതുപോലെ പരോക്ഷവുമായ പ്രത്യാഘാതങ്ങൾ ലോക സമ്പദ്ഘടനയെ വലിയ രീതിയിൽ ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഏതാണ്ട് 2 ആഴ്ചയോളം ആകുന്നു യുദ്ധം തുടങ്ങിയിട്ട്. ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് പാശ്ചാത്യ ലോകത്തു നിന്നും കേൾക്കുന്ന വാർത്തകൾ ആശങ്കാജനകമാണ്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു അത് ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളെ, പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനികളെ, ഈ ഷാഡോ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു മേഖലയിലുള്ള ഒരുപാട് കമ്പനികൾ അവരൊക്കെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആദ്യ സൂചനകൾ കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഞാനിപ്പോൾ അതൊരു ഭീകരമായ പ്രതിസന്ധിയിലേക്ക് അവർ എത്തിയെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ പ്രതിസന്ധിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ യുദ്ധം നീളുകയാണെങ്കിൽ അതൊരു വലിയ തിരിച്ചടിയാകും. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ഞാൻ പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേര് ദുബായാണ്. ദുബൈയിലെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് 20-25% ഇടിഞ്ഞതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അപ്പൊ ദുബൈയെ ഇറാൻ ലക്ഷ്യം വെക്കുന്നതിൽ ഗൾഫിന്റെ സമ്പദ്ഘടന തകർക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യമുണ്ട് ഇറാന്. അതുകൊണ്ടാണ് ഇറാന്റെ പ്രസിഡന്റ് പെഷസ്ക്യാൻ ആദ്യം സമീപത്തുള്ള രാഷ്ട്രങ്ങളെ ആക്രമിക്കില്ല എന്നൊരു പ്രഖ്യാപനം നടത്തിയതിനു ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ അത് ലംഘിച്ച് വീണ്ടും സൗദി അറേബ്യ, ദുബൈ, UAE മറ്റ് ഭാഗങ്ങൾ, അതുപോലെ ഖത്തർ, ബഹ്റിൻ, ഒമാൻ എല്ലായിടത്തോട്ടും മിസൈൽ ആക്രമണം നടത്തി. അപ്പോൾ ഇറാന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. അതൊരു ഭാഗത്ത്. ഇനി നമുക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ലക്ഷണങ്ങൾ ഏതൊക്കെ കമ്പനികളാണ് അത് കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞു ബ്ലാക്ക് റോക്ക് ഉൾപ്പെടെ എന്നുള്ളത്. ബ്ലാക്ക് റോക്കിനെ പറ്റി പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജിങ് കമ്പനിയാണ് ബ്ലാക്ക് റോക്ക് ഇൻവെസ്റ്റ്മെന്റ്സ്. അവരുടെ നിയന്ത്രണത്തിൽ ഏതാണ്ട് 12.5 ട്രില്യൺ US ഡോളറിലധികം ഇൻവെസ്റ്റ്മെന്റുകൾ അവർ നടത്തുന്നുണ്ട്. ഇപ്പം ഗൗതം ചോദിച്ചല്ലോ എന്താണ് ഇതിന് ഇന്ത്യയിലെ പ്രത്യാഘാതം എന്ന്. അത് ഇന്ത്യയിലെ എല്ലാ മേജർ കമ്പനികളിലും അവർ വലിയ ഷെയർ ഉണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. HDFC ബാങ്ക്, ICICI ബാങ്ക്, ഈ രണ്ടിടത്തും അവർക്ക് 8%-ലധികം നിക്ഷേപങ്ങളുണ്ട്. അതുപോലെ തന്നെ റിലയൻസ്, അദാനിയിൽ നിക്ഷേപം ഉണ്ടെങ്കിലും അത്ര വലിയൊരു നിക്ഷേപമല്ല അത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ലാർസൺ ആൻഡ് ട്യൂബ്രോ, എല്ലാ മേജർ കമ്പനി, ഇൻഫ്രാസ്ട്രക്ചർ, ബാങ്കിങ്, എല്ലാ മേഖലകളിലും അവർക്ക് വലിയ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ തകർച്ച എന്താണ് അതിൻ്റെ സൂചന? തകർച്ച എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ഒരു സംഭവം പറയാമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ട്. ഈ കഴിഞ്ഞ ലോകം ഈ ബ്ലാക്ക് റോക്കിൽ നിന്ന് രൂപം കൊള്ളുന്ന ഉരുണ്ടുകൂടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ബ്ലാക്ക് റോക്കിന്റെ കോർപ്പറേറ്റ് കടം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് HPS കോർപ്പറേറ്റ് ലെൻഡിങ്. ആ HPS കോർപ്പറേറ്റ് ലെൻഡിങ്ങിലെ പണം മുടക്കിയിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, അവര് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബ്ലാക്ക് റോക്കിൽ നിന്നും അവരുടെ നിക്ഷേപത്തിന്റെ 9.5% പിൻവലിക്കാൻ അവർ തീരുമാനിച്ചു. അപ്പോൾ ഈ 9.5% പിൻവലിച്ചാൽ ഈ HPS കോർപ്പറേറ്റ് ലെൻഡിങ് എന്ന ബ്ലാക്ക് റോക്കിന്റെ ഒരു സബ്സിഡറി കമ്പനി, ആ കമ്പനി തന്നെ ഇല്ലാതാകും. അപ്പോൾ അത് ബ്ലാക്ക് റോക്കിനെ പരിഭ്രാന്തയിലാക്കി. അങ്ങനെ ബ്ലാക്ക് റോക്ക് പറഞ്ഞു, ഞങ്ങൾ ഒറ്റയടിക്ക് ഇത്രയധികം തുക പിൻവലിക്കാൻ അനുവദിക്കില്ല, 5% വേണമെങ്കിൽ പിൻവലിക്കാൻ പറഞ്ഞു. അങ്ങനെ 5% അവർ പിൻവലിച്ചു. ബാക്കിയും അവർ പിൻവലിക്കും. ഇതിന് ഫോഴ്സ് മജൂറി എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്. ഇതെങ്ങനെ സാധിക്കും? ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് ഒരു 10 കോടി രൂപ നിക്ഷേപിച്ചിരിക്കുന്നു. എനിക്കത് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം എന്നുള്ള ചില ഗ്യാരണ്ടികളൊക്കെ ഉണ്ട്. പക്ഷേ അനിയന്ത്രിതമായ സാഹചര്യങ്ങളിൽ, യുദ്ധം, പ്രകൃതിക്ഷോഭം, വലിയ ക്ഷാമം, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ സമൂഹത്തിന് യുക്തിസഹമായ നിയന്ത്രണങ്ങൾ ആ നിക്ഷേപം പിൻവലിക്കുന്നതിൽ ഏർപ്പെടുത്താം.
അങ്ങനെയുള്ള ഒരു ക്ലൗസ് ഇൻവോക്ക് ചെയ്തിട്ടാണ് ബ്ലാക്ക് റോക്ക് ഈ 9.3% ഷെയർ പിൻവലിക്കാനുള്ള നീക്കത്തെ തടയിട്ടത്. അപ്പോൾ അതുകൂടാതെ ബ്ലാക്ക് റോക്ക് മാത്രമല്ല, ബ്ലൂ ഓള്, പിന്നെ അപ്പോളോ ക്യാപിറ്റല്, പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് ഇക്വിറ്റി ഫേമായ ബ്ലാക്ക് സ്റ്റോൺ, ഇതിലൊക്കെ തന്നെ ഇപ്പോ പ്രതിസന്ധികളുടെ ഒരു ലക്ഷണം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഇവരൊക്കെ തന്നെ അവരുടെ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കുന്നത് അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇത് ശുഭസൂചനകളല്ല മാർക്കറ്റിന് കൊടുക്കുന്നത്. കാരണം ഒരു ബാങ്ക് അതിൻ്റെ നിക്ഷേപകരുടെ പണം പിൻവലിക്കുന്നതിലെ വിഡ്രോയലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അത് ബാങ്കിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ബാങ്ക് ചെയ്യുന്നതെങ്കിലും അത് തിരിച്ചടിക്കും. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ ബാങ്ക് പ്രതിസന്ധിയിലാണെന്നൊരു സൂചനയാണ് കൊടുക്കുന്നത്. പെട്ടെന്ന് ബാങ്കിലേക്കുള്ള പണമൊഴുക്ക് നിൽക്കും. പുതിയ നിക്ഷേപകർ ഈ ബാങ്കിനെ സെലക്ട് ചെയ്യത്തില്ല. പഴയ നിക്ഷേപകർ തങ്ങളെ കൊണ്ടാവുന്നത്ര പണം അതിൽ നിന്ന് വിഡ്രോ ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ ഈ പണ്ടൊക്കെ ചിട്ടി ഫണ്ടൊക്കെ തകർക്കണമെങ്കിൽ ആ ചിട്ടി ഫണ്ടിലെയും അല്ലെങ്കിൽ ബാങ്കിലെയും ഒക്കെ, പ്രൈവറ്റ് ബാങ്കിലെയും ഒക്കെ മേജർ ഇൻവെസ്റ്റർ ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ ഒരു 50 കോടിയോ 100 കോടിയോ ഒക്കെ പിൻവലിച്ചാൽ മാർക്കറ്റിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കും. പണ്ട് CP രാമസ്വാമി അയ്യർ ഈ മനോരമക്കാരുടെ ട്രാവൻകൂർ നാഷണൽ കൊയിലോൺ ബാങ്ക് TNQ ബാങ്ക് തകർത്തത് അങ്ങനെയാണ്. അതിൽ തമിഴ് ബ്രാഹ്മണർ ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരിൽ കുറെ ആൾക്കാർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പണം പിൻവലിക്കുകയും ആ ബാങ്ക് പിന്നീട് തകർച്ചയിലേക്ക് പോവുകയൊക്കെ ചെയ്ത ഒരു കഥയുണ്ട്. ഇത് ലോകത്ത് എല്ലായിടവും നടക്കും. ഇത് അവിടെ മാത്രമല്ല, CP മാത്രമല്ല, ഒരുപാട് അഭിനവ CPമാരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും ഇപ്പോഴും നടക്കുന്നുണ്ട് അതൊക്കെ. പല ചിട്ടി ഫണ്ടും കേരളത്തിൽ പല ഭാഗത്തും പൊട്ടിയിട്ടുണ്ട്, ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ ഇതാണ്, നിക്ഷേപകർ ഒരു സുപ്രഭാതത്തിൽ വന്ന് പണം കൂട്ടമായിട്ട് പിൻവലിക്കാൻ തുടങ്ങിയാൽ അത് തകരും. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് വളരെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു നീക്കമാണ്. കാരണം ഇതിന് പിന്നിലെ ഇറാന്റെ ഒരു ഗൂഢലക്ഷ്യമുണ്ട്. ഇറാൻ വിചാരിക്കുന്നത്, ഞാൻ താഴോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ കൂടെ ഞാൻ കുറെ പേരെ കൊണ്ടുപോകും. ഇപ്പം നിങ്ങളെ ആരെങ്കിലും നിങ്ങളൊരു ബോട്ടിൽ നിൽക്കുകയാണ്, നിങ്ങളെ കുറച്ച് ആൾക്കാർ ഗൂഢമായിട്ട് വെള്ളത്തിൽ തള്ളിയിട്ട് നിങ്ങളെ വധിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഏതായാലും ഞാൻ ചത്തുപോകും, എന്നാൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന 2-3 പേരെ നിങ്ങൾ സർവ്വശക്തി ഉപയോഗിച്ച് അവരെ കയറി കെട്ടിപ്പിടിക്കുകയും നിങ്ങളോടൊപ്പം അവരുടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു ചാൻസ് ആയിരിക്കും അത്. ആ ചാൻസാണ് ഇപ്പോൾ ഇറാൻ ഇവിടെ കളിക്കുന്നത്. അതുകൊണ്ടാണ് ഇറാൻ ശരിക്കും UAE ലക്ഷ്യം വെക്കുന്നത്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഈ ഗൾഫിലെ എണ്ണ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക ഒരു മേഖലയെ മാത്രം ഊന്നി ആശ്രയിക്കാതെ വിവിധ മേഖലകളിൽ നിന്നും പണം ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് UAE. അതിൽ തന്നെ UAEയുടെ ഒരു ഘടകമായ ദുബൈ. അപ്പൊ ആ ദുബൈയിലെ സാമ്പത്തികമായിട്ട് ലോകത്തിന്റെ ഒരു സാമ്പത്തിക ഒരു പ്രധാന കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ലണ്ടനും സിംഗപ്പൂരുമാണ് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ന്യൂയോർക്ക് ഒക്കെയാണ് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക കേന്ദ്രങ്ങൾ, ബാങ്കിങ് ഇൻഡസ്ട്രി, പ്രത്യേകിച്ച് ലണ്ടൻ. അപ്പോൾ ആ ലണ്ടനിൽ നിന്ന് മാറി അതിനൊരു ഓൾട്ടർനേറ്റീവായിട്ട് ദുബൈ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുബൈയിലെ ഉള്ള ഒരു സുരക്ഷിതത്വം, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിനുള്ള സുരക്ഷിതത്വം മാത്രമല്ല ജീവനുള്ള സുരക്ഷിതത്വം, താരതമ്യേന ക്രൈം കുറവായിട്ടുള്ള ഒരു നഗരം, ഇതൊക്കെയാണ് പല ആൾക്കാരെയും ദുബൈയിൽ പോയി താമസിക്കാൻ പ്രേരിക്കും. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള എത്രയോ ഒരുവിധമുള്ള പണക്കാർക്കൊക്കെ ദുബൈയിൽ ഫ്ലാറ്റൊക്കെ ഉണ്ട്. ദുബായിലൊക്കെ പോയിട്ട് ഫ്ലാറ്റ് വാങ്ങിക്കുന്നത് വെറും അന്തസ്സിന്റെ മാത്രം ലക്ഷണമല്ല, സ്വന്തം തടി കേടാകാതിരിക്കാനുള്ള ഒരു ഇൻഷുറൻസ് കൂടിയാണത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ദുബൈയുടെ ഈ ഒരു പ്രശസ്തി അത് തകർത്ത് കളഞ്ഞാൽ ഗൾഫിന് ആകെ അത് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം UAE പണക്കാർ മാത്രമല്ല, ഇപ്പൊ സൗദിയിലെയോ കുവൈത്തിലെയോ അതല്ലെങ്കിൽ ഖത്തറിലെയോ ഒക്കെ വലിയ പണക്കാർ ദുബൈയിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ നിക്ഷേപങ്ങളൊക്കെ തന്നെ അപകടത്തിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനുമായിട്ടൊരു കൂടിയാലോചനയ്ക്കോ അതല്ലെങ്കിൽ ഇറാനുമായിട്ടൊരു തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തലിനോ ഒക്കെ തയ്യാറാകാൻ അവർ അമേരിക്കയെ നിർബന്ധിക്കും എന്നുള്ള ഒരു ചിന്തയായിരിക്കണം ഇറാനെ ഇപ്പോൾ ഇത്തരം നടപടികളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ പ്രതിസന്ധി നിലനിൽക്കുകയാണെങ്കിൽ ചീട്ടുകൊട്ടാരം പോലെ പാശ്ചാത്യ കമ്പനികൾ പല ഈ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ഫേംസ്, പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് ഇതൊക്കെ തകരാൻ ഇടയാവും. പിന്നെ ഇത് വലുതായിട്ട് ബാധിക്കാൻ പോകുന്നത്
സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനെയൊക്കെയുള്ള മേഖലകളാണ്. എന്തെന്നാൽ ഇതൊക്കെ തന്നെ ഒരുപാട് പ്രൈവറ്റ് ഇക്വിറ്റി സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന മേഖലകളാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമ്പനികൾ ഇവിടെ ബാങ്കിങ് മേഖല, ഈ ഷാഡോ ബാങ്കിങ് നടത്തുന്ന ഈ കമ്പനികൾ പലതും സോഫ്റ്റ്വെയർ മേഖലയിലെ മറ്റു മേഖലകളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പണം ജനറേറ്റ് ചെയ്യുന്ന ആധുനിക വ്യവസായങ്ങൾ അല്ലെങ്കിൽ ഉയർന്നു വരുന്ന വ്യവസായങ്ങളൊക്കെ തകരാൻ തുടങ്ങിയാൽ പരമ്പരാഗത മാർക്കറ്റുകളും പെട്ടെന്ന് ചീട്ടുകൊട്ടാരം പോലെ തകരും. ഇപ്പൊ ഇന്ത്യയിലെ ഇൻഫോസിസിലെ വലിയ ഇൻവെസ്റ്ററാണ് ഈ ബ്ലാക്ക് റോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തായാലും ശരി, ഇന്ത്യയുടെ സമ്പദ്ഘടനയിലെ വലിയ ഒരു ചലനം സൃഷ്ടിക്കാൻ ഇതിന് കഴിയും. ഇന്ത്യക്ക് മാത്രം, ലോകം മുഴുവൻ സൃഷ്ടിക്കും. ഇന്ത്യയും അതിൽ നിന്ന് ഒട്ടും പ്രൂഫില്ല, ഇന്ത്യക്ക് ഒരു രക്ഷയില്ല. നമ്മുടെ കേരളത്തിലെ ഫെഡറൽ ബാങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ബ്ലാക്ക് റോക്ക് അല്ല, ബ്ലാക്ക് സ്റ്റോൺ, ഈ പ്രൈവറ്റ് ഇക്വിറ്റി, അവർ ഏതാണ്ട് 9.5%, 10%, 9%ക്കും 10%നും ഇടയ്ക്കുള്ള ഒരു ശതമാനം ഷെയറുകൾ അവർ വാങ്ങിച്ചത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വരും ദിവസങ്ങൾ വളരെ കോഷ്യസ് ആയിട്ടിരിക്കേണ്ട ദിവസങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.